നമ്മൾ ഓരോരുത്തരും നിരന്തരം ഓരോ നിമിഷവും ചർച്ച ചെയ്യേണ്ട ഗാസയെക്കുറിച്ചാണ്. അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന ഒരു വാർത്ത ഇന്ന് അവിടെ നിന്ന് നമ്മൾ കേൾക്കുകയാണ്. ഗാസയിൽ വെടിനിർത്തലിന് തയ്യാറാണെന്ന്, ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാണെന്നും ഹമാസ് അറിയിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സമാധാന പദ്ധതിയുണ്ട്. അത് ഉപാധികളോടെ അംഗീകരിക്കുന്നു എന്നതാണ് ഹമാസിന്റെ പ്രസ്താവന. ഡൊണാൾഡ് ട്രംപ് തന്നെ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലാണ് ഈ ഹമാസിന്റെ പ്രസ്താവന പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴും ആയുധം വെക്കണം, ഈ ആയുധം നിരായുധീകരണം എന്ന ട്രംപിന്റെ ഉപാധിയോട് ഹമാസ് പ്രതികരിച്ചിട്ടില്ല. അതിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നുള്ളതാണ് ഹമാസ് പറയുന്നത്. ചർച്ചകൾക്ക് തയ്യാറാകുമോ എന്നറിയില്ല. ഇന്ന് ശനിയാഴ്ചയാണ്. നാളെ വൈകിട്ട് 6 മണിയാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. ഗാസയിലെ സമാധാന ശ്രമങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ നിർണായകമാവുകയാണ്. ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ ചില ഉപാധികൾ ഹമാസ് അംഗീകരിച്ചത് പ്രത്യാശ നൽകുന്നുണ്ട്. ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കാമെന്നും ഗാസയുടെ ഭരണ സംവിധാനത്തിൽ നിന്ന് വിട്ടുനിൽക്കാമെന്നുമുള്ള സുപ്രധാന വ്യവസ്ഥയാണ് ഹമാസ് അംഗീകരിക്കുന്നത്. തന്റെ പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ മുച്ചൂടും മുടിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഞായർ വൈകിട്ട് 6 മണിക്കുള്ളിൽ സമാധാന കരാർ അംഗീകരിക്കണമെന്നും അന്ത്യശാസനം നൽകിയിരുന്നു. അതെന്തായാലും ഫലം കണ്ടു. ഇതോടെ 2023 ആക്രമണത്തിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനം ഉറപ്പാക്കാനുള്ള മാസങ്ങൾ നീണ്ട ശ്രമങ്ങളിലാണ് വഴിത്തിരിവാകുന്നത്. ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ അടിയന്തര വെടിനിർത്തൽ, ബന്ദി തടവുകാരുടെ പൂർണ്ണമായ കൈമാറ്റം, ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം, ഹമാസിന്റെ നിരായുധീകരണം, അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ഒരിടക്കാല സർക്കാർ രൂപീകരണം, സഹായ പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നിവയുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ ബന്ദികളുടെ മോചനവും ഭരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനും മാത്രമാണ് ഹമാസ് സന്നദ്ധത അറിയിക്കുന്നത്. ബാക്കി കാര്യങ്ങളിൽ വിശദമായ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കാമെന്നാണ് ഹമാസിന്റെ നിലപാട്. ഗാസ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, മനുഷ്യത്വമുള്ള മനുഷ്യരുടെ മനസ്സിലേക്ക് കരയുന്ന കുട്ടികളുടെ, പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖമാണ്, ആ നിലവിളിയാണ് ഓടി വരിക. എന്തായാലും ഈ ഒരു ഉപാധി അംഗീകരിച്ച് ഹമാസ് തയ്യാറാകുന്നുണ്ട്. ഇസ്രായേലൊക്കെ എത്രത്തോളം അതിനോട് മുന്നോട്ട് വരുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഈ നിമിഷം പറയാനുള്ളത് ഗാസയിൽ സമാധാനം പുലരട്ടെ എന്നാണ്.